ലെറ്റ് മീ ടെൽ യു എ സ്റ്റോറി അബൌട്ട് മൈ കണ്ടന്റ് ക്രിയേഷൻ ജേർണി. കഴിഞ്ഞ വർഷം 2024 ഏകദേശം ഫെബ്രുവരിയിലൊക്കെയാണ് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നത്. ആദ്യമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നത് റീൽസ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ആയിട്ടാണ് തുടങ്ങുന്നത്. അതന്നെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്ലാനോ കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. അതായത് ഇപ്പോൾ ആഴ്ചയിൽ ഇത്ര കണ്ടന്റ്, ഒരു മാസത്തിൽ ഇത്ര കണ്ടന്റ്, ഇത്ര ഗ്രോത്ത് വേണം, അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ട് വരികയാണ്, നമുക്ക് ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എങ്ങനെ വീഡിയോ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ റീൽസ് കാണുമ്പോൾ നമുക്ക് പല റീൽസുകളും കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുമല്ലോ. അങ്ങനെ ആ ഇൻസ്പിറേഷൻ കിട്ടുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഐഡിയകൾ കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ടൈമിലായിരുന്നു ഞാൻ വീഡിയോസ് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഞാൻ മോട്ടിവേറ്റഡ് ആകുമ്പോൾ മാത്രമേ വീഡിയോ ഇടുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ 1 ആവാം, ആഴ്ചയിൽ 2 ആവാം, 3 ആവാം, അത് ഇന്ന കണക്കൊന്നുമില്ല. നമ്മളൊരു ഇൻഡ്യൂഷൻ അനുസരിച്ചാണ് വീഡിയോ ഇട്ട് പോകുന്നത്. ഏകദേശം 4 മാസം എടുത്തു. എൻ്റെ ഒരു പേഴ്സണൽ അക്കൗണ്ട് ആയിരുന്നു, വെറും 400-500 ഫോളോവേഴ്സുള്ള പേഴ്സണൽ അക്കൗണ്ട്. 400 ഇല്ല, 300 സംതിങ് ഫോളോവേഴ്സ് ഉള്ളായിരുന്നു. അത് 1000 ഫോളോവേഴ്സ് എത്താൻ ഏകദേശം 4 മാസം എടുത്തു. ആ 1000 ഫോളോവേഴ്സ് 10K ആവാൻ, ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് ടോട്ടൽ ഒരു 10K ആവാൻ ഏകദേശം ഒരു വർഷം എടുത്തു. ഇപ്പോൾ ഈ 2025 ജനുവരിക്ക് ശേഷമൊക്കെയാണ് എന്തായത് ഞാൻ 10K അടിച്ചത് ഇൻസ്റ്റഗ്രാമിൽ. എന്നിട്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഏകദേശം 800 സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് ഉണ്ടായത്. 880 എന്തോ. ആ 850 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കിട്ടിയ വെച്ചാൽ, ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീൽ ഇടുമ്പോൾ ഞാൻ ചിലത് ഓർമ്മ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, അത് യൂട്യൂബിലും പോസ്റ്റ് ചെയ്യലുണ്ട്, ഷോർട്സ് ആയി കണ്ട്. അത് മാത്രമേ ചെയ്യലുള്ളൂ, കാര്യമായിട്ട് സീരിയസ് ആയിട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ മാർച്ചിൽ ആണ് യൂട്യൂബ് സീരിയസ് ആക്കി എടുത്തത്. ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു പ്ലാൻ ഉണ്ടാക്കി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. വിത്തിൻ 2 months, 2 മാസം കൊണ്ട് നമ്മൾ 10K ഫാമിലി ആയി. വെറും 800 നിന്ന് 10K 2 മാസം കൊണ്ട്. പക്ഷേ ഇൻസ്റ്റഗ്രാമിലോ 1 കൊല്ലം കൊണ്ട്. എന്താണ് രണ്ടും തമ്മിലെ വ്യത്യാസം? ഒരു ഭാഗത്ത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നു, മറ്റു ഭാഗത്ത് ഞാൻ കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. ആകെ എനിക്ക് 2 പോയിൻ്റാണ് ഇതിൽ പറയാനുള്ളത്. ആ യൂട്യൂബ് എന്തുകൊണ്ടാണ് കുറച്ച് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടായത്. ഇതൊന്നും ഒരു ഫാസ്റ്റ് എന്ന് ഞാൻ പറയണില്ല, പക്ഷേ എൻ്റെ ജേർണിനെ സംബന്ധിച്ച് ഇത് കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു. അതിലൊന്ന് കൺസിസ്റ്റൻസി, രണ്ടാമത്തത് സ്ട്രൈവിങ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, എനിക്ക് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരലുണ്ട്, DMs ഒക്കെ വരലുണ്ട്. എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാം, ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പെട്ടെന്ന് നിന്ന് പോവുകയാണ്, ഒരു ജേർണിയിൽ ഇങ്ങനെ പോകുന്ന ഇടയിൽ നമ്മളെ ഫ്ലോ തെറ്റാണ്, എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാമെന്ന് ഒരുപാട് മെസ്സേജ് വരലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാമെന്നുള്ളൊരു അഡ്വൈസാണ് ഈ വീഡിയോയിൽ തരുന്നത്. എല്ലാവരും പറയാം നമ്മളോട്, നമ്മൾ ഏതെങ്കിലും കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തുടർച്ചയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം എന്ന് പറയും. പക്ഷേ അതെങ്ങനെ പോവും, എന്താണ് അതിൻ്റെ ആക്ച്വലി നമ്മളെ ആക്ഷനബിൾ സ്റ്റെപ്പ് എന്താണ് അങ്ങനെ പോകാനുള്ളത്? ഞാൻ നിങ്ങൾക്ക് എക്സാക്റ്റ് അഡ്വൈസ് ഒരൊറ്റ സംഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാം കൺസിസ്റ്റൻ്റ് ആവാനുള്ളത്. ആ ഒരു സംഭവം മാത്രം മതി. ദാറ്റ്സ് ദ ഓൺലി അഡ്വൈസ് യു നീഡ് ടു ബിക്കം കൺസിസ്റ്റൻറ്റ്. പക്ഷെ അത് എടുക്കുന്നത് അത്രയും സീരിയസ് ആയി എടുത്താലേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചോ. നമ്മൾ എക്സാമ്പിൾ പറയാം, നമ്മൾ ഇതുവരെ വർക്കൗട്ടൊന്നും ഇല്ലാത്ത ഒരാൾ ജിമ്മിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് അതെന്തായിരിക്കും, ഒരു ഡിഫിക്കൽട്ട് ഹാബിറ്റ് ആയിരിക്കും. അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അതുപോലെ നമ്മളെ പഴയ ബാഡ് ഹാബിറ്റുകൾ ഒഴിവാക്കാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ, ഇങ്ങനെ പലതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആഴ്ചയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു പോസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ, ഇങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഒഴുക്കിനെതിരെ നീന്തണ പോലെ ഫീൽ ചെയ്തില്ലേ? ഇപ്പോൾ നമ്മളെ ബേസിക് സ്റ്റേറ്റ് നമ്മൾ നോർമലി അങ്ങനെ ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ അതാണ് നമ്മളെ ബേസിക് സ്റ്റേറ്റ്. നമ്മുടെ ബാഡ് ഹാബിറ്റ്സുകളൊക്കെ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. നമ്മളിങ്ങനെ ഒഴുക്കിന് നേരെ പോകുമായിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഹാബിറ്റുകൾ, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ, കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കുമ്പോഴൊക്കെ നമുക്ക് അതിനെതിരെ ഭയങ്കര കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് നീന്തണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പഴയ രീതിക്ക് തന്നെ പെട്ടെന്ന് നമ്മൾ ജിമ്മൊക്കെ പോലെ നിൽക്കും, നമുക്ക് മടി വരും, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇടൽ നിർത്തും, അല്ലെങ്കിൽ നമ്മൾ ബുക്ക് വായിക്കൽ നിർത്തും. പെട്ടെന്ന് നമ്മൾ പഴയ സെൽഫിലേക്ക് തന്നെ സ്ലൈഡ് ബാക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ ഈ ഒരു സംഭവം വരുന്നത് ഒറ്റൊരു കാര്യത്തിന്മേലാണ്, നമ്മുടെ ഐഡൻറ്റിറ്റി. നമ്മളെങ്ങനെയാണോ നോക്കി കാണുന്നത് അതിനനുസരിച്ചാണ്. പല ആൾക്കാരും മെസ്സേജ് അയക്കലുണ്ട്, ബ്രോ എനിക്ക് തീരെ ഡിസിപ്ലിൻ ഇല്ല, എനിക്ക് കൺസിസ്റ്റൻ്റ് ആകാൻ പറ്റുന്നില്ല, ബ്രോ ഞാൻ ഡിപ്രഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയാണ്ട് മെസ്സേജ് അയക്കും. പക്ഷേ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് ഒന്ന് ശരിക്കും നോക്കി വയ്ക്കും, ബ്രോ ഞാൻ അൺഡിസിപ്ലിൻഡ് ആണ്. ഓലെ കുറിച്ച് തന്നെ എന്താ പറയുന്നത്, എനിക്ക് ഡിസിപ്ലിൻ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കാണുന്നതെന്നുണ്ടെങ്കിൽ, പിന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും നമ്മൾ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഭയങ്കര ഒരു സ്ട്രഗിൾ ചെയ്യണ മാതിരി നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി നമ്മളെങ്ങനെയാണോ നമ്മളെ കാണുന്നത് അത് ചേഞ്ച് ചെയ്യാതെ നമ്മൾ വേറെ എന്ത് ചെയ്യാൻ നോക്കിയിട്ടും കാര്യമില്ല. ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഐഡൻറ്റിറ്റി, നമ്മൾ കൺസിസ്റ്റൻ്റ് അല്ല, നമ്മൾ ഹെൽത്തി ആയിട്ട് ഇങ്ങനെ കഴിക്കുന്ന ആളൊന്നല്ല, നമുക്ക് അത്ര ഡിസിപ്ലിൻ ഒന്നുമില്ല,
അങ്ങനെ ജിമ്മിക്ക് പോകാൻ ഇഷ്ടമൊന്നുമില്ലാത്ത ഒരാളാണ് എന്നാണ് നമ്മളോട് തന്നെ പറയുന്നത്, എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യണം, നമ്മളെ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്, എന്നും വൈകുന്നേരം 5 മണിക്ക് ജിമ്മിൽ പോകണം. പക്ഷേ ആ ഒരു ടൈം എത്തുമ്പോഴത്തേനും ചിലപ്പോൾ 1-2 ദിവസം പോകും, പിന്നെ നമുക്ക് മടിയേക്കാരം. അല്ലെങ്കിൽ നമ്മൾ വായിക്കാൻ നോക്കുമ്പോൾ, ബുക്ക് വായിക്കാൻ, നോൺ ഫിക്ഷനൊക്കെ വായിക്കാനുള്ള താല്പര്യം കൊണ്ട് വാങ്ങി വെച്ചിട്ടുണ്ടാകും. പക്ഷേ 1-2 ദിവസം ചെയ്യും, പിന്നെ അതിങ്ങനെ സ്റ്റക്ക് ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഹാബിറ്റുമ്പോൾ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ പകരം ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ഐഡൻറ്റിറ്റിയിലാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഞാൻ ബുക്ക് വായിക്കാൻ നോക്കുന്നു, ഞാൻ ബുക്ക് വായിക്കാൻ പോവുകയാണ്, ട്രൈ ചെയ്യുകയാണെന്നുള്ളതിൻ്റെ പകരം ഞാനൊരു റീഡറാണെന്നുള്ള രീതിയിൽ, അല്ല ഞാൻ ജിമ്മിൽ പോവുകയാണെന്നുള്ള രീതിയിൽ, ഞാൻ ഒരു അത്ലറ്റാണ് എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സുഖമായിട്ട് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റും. ഈ ഒരു സംഭവം അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്നുണ്ട്. ഹാബിറ്റിൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ പകരം എന്ത് ചെയ്യുക, നമ്മൾ ഐഡൻറ്റിറ്റിയിൽ ഫോക്കസ് ചെയ്യാൻ. ഒരു സേയിങ് ഉണ്ടല്ലോ, എന്ത്, 2 ആൾക്കാരുണ്ട്, അതിൽ ഒരാൾ വിശ്വസിച്ചു അയാളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നു, മറ്റേ ആൾ വിശ്വസിച്ചു അയാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ 2 ആളെന്താണ്, 2 ഐഡൻറ്റിറ്റിയാണ്. ഇതിൽ ആരാണ് ശരി? 2 ആളും ശരിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയാണ് ജിമ്മിൽ കൺസിസ്റ്റൻ്റ് ആണ്, അതേപോലെ ഡയറ്റ് കാര്യങ്ങളൊക്കെ, ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ പോകണത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓട്ടോമാറ്റിക്കലി സംഭവിച്ചാണ്, ഞാൻ അങ്ങനെ ആക്കിയെടുത്തതല്ല. ഇപ്പോൾ ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റ്, മോട്ടിവേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. മെയിനായിട്ട് മോട്ടിവേഷൻ ഉണ്ട്, അതുപോലെ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത്. ഫിറ്റ്നസ് മാത്രമുള്ള എൻ്റെ ഫോക്കസ്, അല്ലാതെ സൈക്കോളജി കാര്യങ്ങളായിട്ട് പഠിത്തം കാര്യങ്ങൾ അല്ലെങ്കിൽ ഫോക്കസ് കാര്യങ്ങൾ ഇങ്ങനത്തെ ഒന്നും ഇല്ലേ. ഈ ലൈറ്റ് മിന്നുണ്ടാവും ബാക്കിലുള്ള, എന്താ അവിടെ ചെറിയ വോൾട്ടേജിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ അത് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാവരും ക്ഷമിക്കുക. ഞാനൊരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കാണുന്നത്, ഞാൻ എന്നോട് തന്നെ പറയുന്നത് ഞാനൊരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ ആണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ നോർമലായിട്ട് ചെയ്യുന്ന കാര്യമാണ് ജിമ്മിൽ പോലും അതുപോലെ ഹെൽത്തി ആയിട്ട് കഴിക്കലൊക്കെ. അതിന് പ്രത്യേകിച്ചൊരു എഫേർട്ട് ഇടേണ്ടേ, അല്ലെങ്കിൽ അത് നമുക്കൊരു വലിയ കാര്യമായി വേണ്ട ആവശ്യമില്ല. അത് ഞാൻ നോർമലായിട്ട് ചെയ്യുന്നതാണ്. ഇതാണ് ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എനിക്കത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല, കഷ്ടപ്പെട്ട് പോകണ പോലെ ഒന്നും തോന്നുന്നില്ല. അതൊരു സാധാരണയൊക്കെയാണ് തോന്നല്. ഇപ്പോൾ ഡയറ്റിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ തന്നെ പല ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസും ഉള്ള ഒരുപാട് സീഡ് ഓയിൽസും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ സംഭവങ്ങളും അതുപോലെ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പാക്കഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുമല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് വല്ലാതെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാനതൊന്നും വാങ്ങലില്ല, കഴിക്കലില്ല. പല കളർ വാട്ടേഴ്സുകൾ, ഡ്രിങ്കുകൾ, പല പേരിലുള്ള സാധനങ്ങളുണ്ടല്ലോ, 7-Upഉം പെപ്സിയും കോളയും അങ്ങനത്തെ ഒക്കെ, അതൊന്നും ഞാൻ കുടിക്കലില്ല. അതേപോലെ തന്നെ ഈ ലെയ്സ് അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, പാക്കഡ് ഐറ്റംസ്, അതൊന്നും കഴിക്കലില്ല, എനിക്ക് ഇഷ്ടമല്ല. അത് എന്തുകൊണ്ടാണ്? ഞാനവിടെ വിൽ പവർ ഉപയോഗിച്ചാണ്ട് തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുകയോ ഐസ്ക്രീമൊക്കെ തന്നെ കഴിക്കാതൊക്കെയൊന്നുമല്ല. അവിടെ എന്താ സംഭവിച്ചാൽ ഞാനൊരു ഡയറ്റ് ആയിക്കൊണ്ട് അതിനെ കാണില്ല. ഞാനൊരു ഹെൽത്ത് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്, ഞാനൊരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മനുഷ്യന്മാർ കഴിക്കേണ്ട സാധനങ്ങളാണ് കഴിക്കുന്നത്, അല്ലാതെ ആർട്ടിഫിഷ്യൽ സംഭവങ്ങളൊന്നും എനിക്കത് ഇഷ്ടമല്ല. അതായത് ഞാനത് റെസിസ്റ്റ് ചെയ്യില്ല, എനിക്കത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അത് നമുക്കൊരു രീതിയിൽ ഉപകാരം തരുന്നില്ല. അങ്ങനെ കുറച്ച് കാലമൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്, ഒന്ന് നമുക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ, പിന്നീട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വെറുക്കും. അത് ഒരു എന്താ പറയുക, ആ ഒരു ഷുഗറിന് വരുന്ന നെഗറ്റീവ് എഫക്റ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, കുറേ കാലം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് അത് ഏറെ വേണ്ടതാവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് കഴിയുന്നത്, ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ വരുത്തിയ മാറ്റം കൊണ്ട്. ഞാൻ ഇന്നെ കാണുന്നത് അങ്ങനെയാണ്, എനിക്കതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളായിട്ട് ഹെൽത്ത് ആയിട്ടുള്ള ഒരു ഫുഡ് കാണും. ഞാൻ ഡയറ്റ് എടുക്കുമെന്നല്ല, റെസിസ്റ്റ് ചെയ്താണ്ട് ഡയറ്റ് എടുക്കുമെന്നല്ല, ഞാൻ ഇങ്ങനെ കഴിക്കണുള്ളൂ, എനിക്കത് മതി. അതെഴുതി ഞാൻ പൊറോട്ട കഴിക്കൂല, പൊറോട്ട കഴിക്കൂല, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒന്നും കഴിക്കൂല എന്നല്ല. ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ട് കഴിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഫാമിലിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മധുരമുള്ള സംഭവം ആരെങ്കിലും സ്നേഹത്തോടെ തരികയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ഫ്രണ്ട് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഓല മുമ്പ് നിന്ന് കഴിക്കും. അവിടെ എന്താ ഇമ്പോർട്ടൻറ്റ്, ആ ഒരു കണക്ഷനാണ്, അവിടെ ഫുഡിനല്ല. പക്ഷെ നമ്മൾ അല്ലാത്ത ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുമ്പോൾ അവിടെ എന്ത് ഇമ്പോർട്ടൻ്റ്, അവിടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യുന്നത്, അത് ബിൽഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ തന്നെ അല്ല. നമ്മൾ ചെറുപ്പം തൊട്ട് ഇങ്ങനെ വളർന്നു വരുന്ന ടൈമിൽ, നമ്മളെ ക്യാരക്ടറും ബ്രെയിനൊക്കെ മോൾഡ് ആവുന്ന ടൈമിൽ നമുക്ക് ഓരോരുത്തരും നമ്മളോട് ഇങ്ങനെ പറയും. ഇപ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളോട് ടീച്ചർമാർ പറയുന്നു, ഈ മാത്സിൽ മോശമാണ്, ഈ ഒരു ചീത്ത കുട്ടിയാണ്, എനിക്കിത് വഹിക്കൂല, ഇത് നല്ല സംസാരിക്കും, ഈ ആകെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കണുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചൂടാവുന്നു, എപ്പോഴും ഇങ്ങനെ പറയണു, റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കേൾക്കണം, ഞാൻ ഒരു ചീത്ത കുട്ടിയാണ്, എനിക്ക് ബാഡ് ഹാബിറ്റ്സ്, എനിക്ക് ഒരിക്കലും നന്നാവാൻ പറ്റില്ല, എനിക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഐഡൻറ്റിറ്റി ഇങ്ങനെ ഫോം ആവണം. അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ അങ്ങനെ പറയുന്നത്, ഇപ്പോൾ ഇസ്ലാമിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഇങ്ങനെ ശപിക്കാൻ പാടില്ല, ശാപവാക്കുകൾ പറയാൻ പാടില്ല, അല്ലെങ്കിൽ കുട്ടികളെങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പോൾ മേ ബി ഇതായിരിക്കും അതിൻ്റെ ഒരു റീസൺ. ആ കുട്ടികളുടെ ആ വളർന്നു വരുന്ന പ്രായത്തിൽ ഐഡൻറ്റിറ്റി ഫോം ചെയ്യാണ്, ഞാനിങ്ങനെ ഒരാളാണ്, ഞാനിങ്ങനെയാണ്, എന്നെ കൊണ്ട് ഇത് കഴിയൂല എന്നുള്ള രീതിയിൽ ഓല തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. പിന്നെ ഓല എന്ത് ഹാബിറ്റ് ഇട്ട് കഴിഞ്ഞാലും
ഓല അതിനൊരു ഓപ്പോസിറ്റ് വർക്ക് ചെയ്യണ മാതിരിയാണ്. ഓപ്പോസിറ്റ് ഓൾറെഡി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ഫെയിൽ ആവാൻ വേണ്ടിയിട്ട് ഓല ഐഡൻറ്റിറ്റി. നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ചീത്ത ആളാണ്, ഒരു ബാഡ് പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തൊക്കെ ഹാബിറ്റിൽ ഫോക്കസ് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ വീണ്ടും എന്താവും, വീണ്ടും നമ്മളെ പഴയ ക്യാരക്ടറിലേക്ക് തന്നെ ഇങ്ങനെ ഫോളോ ചെയ്യും. അണ്ടിൽ വി ചേഞ്ച് ദ ഐഡൻറ്റിറ്റി, നമ്മളെക്കുറിച്ചുള്ള വിശ്വാസം നമ്മളെങ്ങനെയാണോ എന്നുള്ള നമ്മളെ ബിലീഫ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സോ ഹാർഡ് ടു ബി കൺസിസ്റ്റൻറ്റ് ഇൻ എനിത്തിങ്. അപ്പം ഇനി ഞാൻ പറഞ്ഞുതരാം, ആക്ഷനബിൾ ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ ഐഡൻറ്റിറ്റി എങ്ങനെ നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് ആക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫോഴ്സ്ഫുള്ളി നമ്മൾ എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഡിസിപ്ലിൻഡ് ആണ്, നമ്മൾ കൺസിസ്റ്റൻ്റ് ആണ്, നമ്മളെ കൊണ്ട് ഇത് പറ്റും. ഞാനൊരു റീഡറാണ്, ഞാൻ റീഡ് ചെയ്യുന്ന ആളാണ്, എനിക്കൊന്നും വിഷയമല്ല, ഞാൻ ബാഡ് ഹാബിറ്റ്സിക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ ഹെൽത്ത് ഫോക്കസ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഒരു അത്ലറ്റാണ്, എനിക്ക് ജിമ്മിൽ പോകണം, ഞാൻ നാച്ചുറലായിക്കാണ്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണ്, എനിക്കതൊരു വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും. നമ്മൾ എങ്ങനെയാണോ റിപ്പീറ്റ് ചെയ്താണ്ട് നമ്മൾ ബാഡ് ആക്കിയത്, അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഐഡൻറ്റിറ്റി മാറ്റേണ്ടി വരും. നമുക്ക് ജേർണൽ എഴുതേണ്ടി വരും, നമ്മളിതാണ്, നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും, ജേർണൽ എഴുതേണ്ടി വരും. അതുപോലെ നമ്മൾ തന്നെ സ്വയം പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ വേറെ ആൾക്കാരോടൊക്കെ സംസാരിക്കുന്ന രീതി, പല ആൾക്കാരും സംസാരിക്കുന്ന രീതി വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാനെൻ്റെ സാറുണ്ട്, ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടില്ലേനോ, ആ സാറൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ സാറ് വലിയൊരു സംഭവം എന്നുള്ള രീതിയിലാണ് നമ്മളോട് സംസാരിക്കുക. നമുക്കത് കേട്ടാൽ തോന്നും നമുക്കത് അറോഗൻസ് ആണെന്നൊക്കെ തോന്നും. ഇപ്പോൾ വേറെ ആൾക്കാർ നമ്മളോട് പറയാണ് ഓലെ കൊണ്ട് ഇതൊക്കെ പറ്റും, ഞാനിതൊക്കെ ഇന്നൊരു വലിയ സംഭവമായി കണ്ടാണ് കാണുന്നത്, ഇന്നെ കൊണ്ട് ഇത് പറ്റും. പക്ഷെ അവിടെ എന്താ സംഭവം എന്നറിയോ, അത് ശരിക്കും ബാഡ് സംഭവം അല്ല, അത് ശരിക്കും അറോഗൻസ് അല്ല, അത് ഐഡൻറ്റിറ്റിയാണ്. ഒരു ഈച്ച് ആൻഡ് എവറി ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുകയാണ് ഓല ഐഡൻറ്റിറ്റി നല്ല രീതിക്ക് ബിൽഡ് ചെയ്യാൻ. അങ്ങനെ നല്ലൊരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അറിയോ, പല ആൾക്കാരും എന്നോട് സംസാരിക്കുമ്പോൾ, സാധാരണ ആൾക്കാരോട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഓല് പറയും എന്നെ കൊണ്ട് ഇതൊന്നും പറ്റണില്ലടാ, എന്നെ കൊണ്ട് ഇതൊന്നും കഴിയൂല, ഞാനിങ്ങനെ കുറച്ച് ദിവസം ജിമ്മിൽ പോകും പിന്നെയും കിറ്റ് ചെയ്യും, എന്നെ കൊണ്ട് ഇങ്ങനെ ഹെൽത്ത് ചെയ്യിക്കാണ്ടൊന്നും തിന്നാൻ കഴിയില്ല, എന്നെ കൊണ്ട് അതൊന്നും കഴിയൂലടാ എന്നാണ് ഓല് പറയുന്നത്. പക്ഷേ ഞാൻ മൂപ്പരോട് സംസാരിക്കുമ്പോൾ മൂപ്പർ എങ്ങനെ പറയുന്നത്, ഞാൻ നോട്ട് ചെയ്യേണ്ടത് എന്നെ കൊണ്ട് ഇത് കഴിയും, എനിക്കിതൊക്കെ നോർമലാണ്, പിന്നെ ഞാൻ അങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഞാനവിടെ മനസ്സിലാക്കി എന്താ വെച്ചാൽ, ഓരോരുത്തർ അവനാനെ കാണുന്നതാണ്. നമ്മൾ അടിപൊളിയായിട്ട് കണ്ടാൽ നമ്മൾ അടിപൊളിയാവും, നമ്മൾ മോശമായി കണ്ടാൽ മോശമാവും. ഫോഴ്സ്ഫുള്ളി ഓരോ സിറ്റുവേഷനിലും നമ്മളെ യൂട്ടിലൈസ് ചെയ്യണം, നമ്മളെ കുറിച്ച് പോസിറ്റീവ് ആയിക്കാണ്ട് പറയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പറയുക മാത്രമല്ല, നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളത് പറയാൻ മാത്രമല്ല, അതിന് പ്രൂഫും കൂടിയും കൊടുക്കണം. കാരണം നമ്മൾ അഫർമേഷൻസ് കണ്ണാടിയിൽ ഇങ്ങനെ പറയാൻ സുഖമാണ്, അത് മാത്രം പറഞ്ഞാണ്ട് നമ്മൾ നേരെ ഒന്നും ചെയ്യാതെ നിന്നിട്ട് കാര്യമില്ല. നമ്മളെന്ത് ചെയ്യുക, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാണ്ട് അത് പ്രൂവ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ശരീരത്തിന് പ്രൂഫ് കിട്ടുമ്പോൾ എന്താവും, അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അതിൻ്റെ പവർ കൂടി നമുക്ക് വലിയ ഹാർഡസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളും സുഖമായിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഇന്ന് ഞാനൊരു ബെഡ്ഷീറ്റ് വിരിക്കും, എൻ്റെ ബെഡിൻ്റെ ബെഡ്ഷീറ്റ് വിരിക്കും, അല്ലെങ്കിൽ എൻ്റെ റൂം ക്ലീൻ ആക്കും. ഇന്ന് ഞാനൊരു ആണെങ്കിൽ ഒരു പേജ് വായിക്കും, അല്ലെങ്കിൽ ഞാൻ ആകെ ഒരു 10 മിനിറ്റ് നടക്കാൻ പോകും. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ടിക്കിടുക മീൻസ് ആ കാര്യം ചെയ്യുക. അപ്പോൾ നമ്മളെ ശരീരത്തിന് തന്നെ നമ്മൾ പ്രൂഫ് കൊടുക്കുകയാണ്, എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാൻ ഡിസിപ്ലിൻഡ് ആണ്, ഞാൻ കൺസിസ്റ്റൻ്റ് ആണെന്നുള്ള രീതിയിൽ സിമ്പിൾ കാര്യങ്ങൾക്ക് നിന്ന് പ്രൂഫ് കൊടുക്കുക. അങ്ങനെ വലിയ കാര്യങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുക. അതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ, നമ്മളെക്കുറിച്ച് തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ, കംപ്ലൈനിങ്, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒഴിവാക്കുക. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന് പ്രത്യേകത ഉണ്ട്. ആക്ച്വലി നടക്കുന്ന സംഭവങ്ങൾ, റിയൽ ആയിട്ടുള്ള സംഭവങ്ങളും ഇമാജിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളും, ഇതിനങ്ങനെ അങ്ങോട്ട് ലോജിക്കലി അങ്ങനെ തിങ്ക് ചെയ്യാനുള്ള ഒരു ഇതില്ല. അത് രണ്ടും ഒരേപോലെ തന്നെ എടുക്കുക. അപ്പോൾ നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ കൺസിസ്റ്റൻ്റ് ആണ്, ഡിസിപ്ലിൻഡ് ആണ്, ഓരോ ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചെറിയ ആക്ഷൻസിലൂടെ ഒക്കെ അത് പ്രൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കണം എന്താണ്, നമ്മൾ ഡിസിപ്ലിൻഡ് ആണ്, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിൽ മനസ്സിലാക്കും. അത് റിയൽ ആയിട്ട് നടക്കണം എന്നില്ല, അത് ഇമാജിൻ ചെയ്താലും അതെന്താവും, സബ് കോൺഷ്യസ് മൈൻഡ് അത് റിയൽ സംഭവം എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുക. ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് വേർഡ്ഫുൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് എനിക്ക് തരാനുള്ളത്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ഡോണ്ട് സേ നെഗറ്റീവ് തിങ്സ്. അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങളെ ഐഡൻറ്റിറ്റി ഫോഴ്സ്ഫുള്ളി പറഞ്ഞുകാണ്ടും ഓരോ സിറ്റുവേഷനിൽ പ്രൂവ് ചെയ്ത് കാണ്ടും പറഞ്ഞു കാണ്ടും എഴുതി കാണ്ടും എന്ത് ചെയ്യാം, 200 വട്ടോ 300 വട്ടോ 500 വട്ടോ ഒരു ദിവസം എത്ര വട്ടാണെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ നല്ലതിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു സംഭവമാണ്. ഞാൻ കൺസിസ്റ്റൻ്റ് ആണെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായതുകൊണ്ടാണ്, ഐഡൻറ്റിറ്റി എനിക്കുണ്ടായതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആയത്, ഞാൻ ജിമ്മിൽ കൺസിസ്റ്റൻ്റ് ആയത്. ഞാൻ ഡയറ്റൊന്നും എടുക്കണില്ല, പക്ഷേ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള സംഭവം കഴിക്കുന്നതൊക്കെ എന്താണ്, ഒരു ഐഡൻറ്റിറ്റിയാണ്. ഞാൻ ബ്രൂസ്ലി പറഞ്ഞൊരു സംഭവമുണ്ട്, അത് വെച്ചാണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡോണ്ട് സ്പീക്ക് നെഗറ്റീവ്ലി അബൌട്ട് യുവർ സെൽഫ് ഈവൻ ആസ് എ ജോക്ക്. യുവർ ബോഡി ഡസൻറ്റ് നോ ദ ഡിഫറൻസ്. വേർഡ്സ് ആർ എനർജി ആൻഡ് കാസ്റ്റ് സ്പെൽസ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കാൾഡ് സ്പെല്ലിംഗ്. ചേഞ്ച് ദ വേ യു സ്പീക്ക് അബൌട്ട് യുവർ സെൽഫ് ആൻഡ്
you can change your life. What you are not changing, you are also choosing. I hope this video is helpful for you guys. See you in the next video.